ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കോൺഗ്രസിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു തർക്കമോ ആശങ്കയോ ആവശ്യമുള്ളതാണോ? ഇത് കോൺഗ്രസിന്റെ ഒരു രീതിയാണ്, അതിന്റെ ഒരു ശാപമാണ്. വേണമെങ്കിൽ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഒരു അനുഗ്രഹമാണെന്ന് പറയാം. കാരണം ഒന്ന് പച്ച പിടിച്ചു വരിക, മനസ്സിലായില്ലേ? ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒക്കെ ആയിട്ട് പിന്നെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ ഒരു UDF അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വേണമല്ലോ, നമുക്കൊരു അക്ഷരം ഉണ്ടാക്കണമല്ലോ. അതിനാണ് ഈ പുനഃസംഘടന എന്ന് പറഞ്ഞ ഉടനെ ഒരു തർക്കം ഉണ്ടാവും. പുനഃസംഘടന വേണ്ടതാ വാസ്തവത്തില്. പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോ തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു 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 നേതൃ സംവിധാനം കോൺഗ്രസിന് നല്ലതാണ്. പക്ഷെ അത് ഈ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വേണോന്ന് ചോദിച്ചാൽ അങ്ങനെ ഈ കോൺഗ്രസിൽ നടക്കത്തുള്ളൂ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് മാറണോ? ഇപ്പൊ നടക്കുന്ന ചർച്ച ഈ യുവത്വം വരണമോ അല്ലെങ്കിൽ മുതിർന്ന അനുഭവസമ്പത്തുള്ള ആളുകൾ തുടരണമോ എന്നാണ്. ഇപ്പോൾ ഇന്നലെയാണ് കെ സുധാകരൻ തകർക്കപ്പെട്ട പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു. വേണമെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കെൽപ്പുള്ളവരാണ്, ആൺകുട്ടികൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അണികളെ ത്രസിപ്പിക്കുന്ന നിലയിലൊക്കെ കെ സുധാകരൻ ഞാൻ ഈ സ്ഥാനത്തിന് ഇപ്പോഴും ആ ഒരു ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നു എന്നുകൂടി ഒരു ബോധ്യപ്പെടുത്തലാണ്. അപ്പോൾ അദ്ദേഹം മാറാനുള്ള ഒരു ഒരുക്കൊന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിലൊന്നും എന്തായാലും പ്രകടമല്ല. അദ്ദേഹം തുടരാനുള്ള ഒരു മനസ്സുണ്ട് എന്ന് തോന്നുന്നു. എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഒരു യുവത്വം വരണമോ അതോ ഈ അനുഭവ സമ്പത്തുള്ളവർ മുന്നോട്ട് പോകണോ? അതാണോ ഈ 1.5 വർഷത്തിനകം വരാനുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുക? ഈ കോൺഗ്രസില് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആരും സോമനസ്വാലിയൊന്നും രാജിവെച്ചോ അല്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞു എനിക്കിനി ഒരു ബാല്യമില്ല എന്ന് വിചാരിച്ചൊന്നും ഒരു പാർട്ടിയിൽ നിന്നും ആരും മാറത്തില്ല. അതിപ്പോ സുധാകരന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണം. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് നോക്കണം. KPCC പ്രസിഡന്റും ക്ലെയിം വെക്കാൻ പറ്റും. അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇന്നലെ താങ്കൾ പറഞ്ഞ ഒരു ഉദാഹരണം, ഓഫീസ് തകർത്തപ്പോൾ ചില പ്രസ്താവനകൾ നടത്തി. ഞാനിപ്പോ ഓർക്കുന്നു ഒരു മാസം മുമ്പ് മറ്റാണെന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അദ്ദേഹം ഇവിടെ വന്നിട്ടൊരു വലിയ പ്രസ്താവന നടത്തുകയുണ്ടായി. ഏത് പോലീസുകാർ ഞങ്ങളുടെ പിള്ളേരെ തൊട്ടാൽ എന്തോ ചെയ്തു കളയെന്ന് പറഞ്ഞിട്ട് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേലക്കരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലൊക്കെ അദ്ദേഹം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ, അതായത് CPM-നെ കൊണ്ട് പറയിക്കാൻ പോകുന്ന മറ്റുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ അണികൾക്ക് ഒരു ആവേശമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് വിമർശിക്കപ്പെടുന്നുണ്ട് മറുവശത്ത്. ഈ ആവേശം കൊണ്ട് വോട്ട് കിട്ടുകയല്ലെന്നേ. നിങ്ങൾ ഇവിടെ വന്നിട്ട് റെട്ടറിക് എന്ന് പറയും. അതിങ്ങനെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിലോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് സെക്രട്ടറിക്കുമ്പോഴോ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി പറയുന്ന സംസാരങ്ങൾ. അതൊന്നും അല്ല പാർട്ടിയിലെ പ്രസിഡന്റ് ആയിരിക്കാൻ വേണ്ട യോഗ്യത. അദ്ദേഹത്തെ മാറ്റണമെന്ന് ഞാൻ പറയാലോ കേട്ടോ. അതൊക്കെ പാർട്ടിക്കാരുടെ തീരുമാനം, നമ്മുടെ പ്രശ്നമേ അല്ല. പിന്നെ ഇപ്പൊ എന്നോട് നേരത്തെ ചോദിച്ച ആള് ചോദിച്ചത് ചെറുപ്പമാണോ യുവത്വമാണോ എന്ന്. അതായത് ഉമ്മൻചാണ്ടി അതുപോലെയൊക്കെയുള്ള സീനിയർ ലീഡേഴ്സിനെയൊക്കെ രമേശ് പ്രായം കൊണ്ട് അത്ര സീനിയർ പോലും അല്ല, ഇവരെയൊക്കെ മാറ്റിയിട്ട് യുവത്വം വരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ സുധാകരനും സതീശനൊക്കെ വന്നത്. അപ്പൊ ഈ യുവത്വം അല്ലെങ്കിൽ പരിചയ സമ്പത്ത് അതൊക്കെ ചുമ്മാതെ അവസരത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ മാത്രമാണ്. നമുക്കിവിടെ വേണ്ടത് എന്തുവാ? കോൺഗ്രസിന് എന്താ വേണ്ടത്? ചെറുപ്പക്കാർ വേണം, മിടുക്കന്മാരായ പിള്ളേരുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഇപ്പോഴത്തെ ആ ലീഡർഷിപ്പിന്റെ ഒരു വൈബ് കാണുമ്പോൾ സത്യത്തില് അവരോട് അസൂയ തോന്നും കേട്ടോ. അതുപോലെയാണ് മഹിളാ കോൺഗ്രസിന്റെ ഈ സമരമുഖത്തെ അവരുടെ ഒരു സാന്നിധ്യം കാണുമ്പോൾ അപ്പൊ അങ്ങനെ ഇവിടെ നല്ല മിടുക്കന്മാരായ യുവത്വമുണ്ട്. അവരെ കൂടെ ചേർത്തുകൊണ്ട് അതോടൊപ്പം തന്നെ പരിചയസമ്പത്ത് ഒരു പ്രധാന കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു അല്ലെങ്കിൽ നല്ല ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളത് കൊണ്ട് ഇനി നമുക്ക് പ്രായമായ ആളുകളാരും വേണ്ട, അവരൊക്കെ പൊക്കോട്ടെ എന്നൊന്നും വിചാരിക്കുന്ന കാര്യം. ഇതിനെയൊക്കെ വളരെ സമചിത്തതയോടുകൂടി നമ്മളൊരു ഫുട്ബോൾ ടീമിനെ തെരഞ്ഞെടുക്കുമ്പോൾ അനുഭവ സമ്പത്തുള്ള കളിക്കാർ വേണം, തീർച്ചയായിട്ടും യുവത്വത്തിനുള്ള കളിക്കാർ വേണം. ആ നിലയിൽ വേണം പാർട്ടി. താങ്കൾ ഫുട്ബോൾ ടീമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുക, 11 പേര് ഒരു കളിക്കളത്തിൽ കളിക്കുമ്പോഴേ കോച്ച് പുറത്തായിരിക്കുന്നത്. പക്ഷെ നമുക്ക് അപ്പോഴപ്പോൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും, പുതിയ കേളി ശൈലി നമ്മളെ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അത് ഇവിടെ എങ്ങനെയാ സംഭവിക്കുന്നത്? ആ കളത്തിനുള്ളിൽ നിൽക്കുന്ന 11 പേര് തമ്മിലുള്ള ചർച്ചയിലൂടെ അല്ലെ സംസാരത്തിലൂടെ, സംവാദത്തിലൂടെ. ചിലപ്പോൾ ക്യാപ്റ്റൻ ഒരു സീനിയർ മാൻ ആയിരിക്കും. അങ്ങനെയാണ്. അതാണ് കളിയിലായാലും രാഷ്ട്രീയത്തിലാണേലും കലയിലായാലും ഏത് കാര്യത്തിലായാലും ഇതിനെ രണ്ടിനെയും കൂടെ സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചുകൊണ്ട് വേണം. അല്ലാതെ ഞങ്ങളെ യുവത്വമേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സുധാകരൻ പൊക്കോട്ടെ അല്ലെ രമേശ് ചെന്നിത്തലയെ നമുക്ക് തട്ടിയേക്കാം. അങ്ങനൊന്നും പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട്
ഒരു ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു നേതൃത്വമാണ് വരേണ്ടത്. അതിൽ ഇവർക്ക് പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. കുറെ കാലം ഇങ്ങനെ അടക്കും. ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം, ഈ ചർച്ചകൾ നടക്കുമ്പോൾ എപ്പോഴും കോൺഗ്രസ് അനുകൂലികൾ പറയുന്നത് ഇത് ജനാധിപത്യ പാർട്ടിയാണ്, അവിടെ അഭിപ്രായങ്ങൾ പറയാനും തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അതല്ലേ, അതിപ്പോ CPM-ൽ പോലും അങ്ങനെയല്ലേ. ഇപ്പം കോൺഗ്രസ് ഒരു മഹാസമുദ്രമാണ്. അപ്പൊ അവിടെ വലിയ ജനാധിപത്യ പാർട്ടിയാണ്. അതൊക്കെ സംഭവിക്കും. അതൊന്നും ഇതിന്റെ ന്യായമൊന്നുമല്ല. പാർട്ടിയുടെ നന്മ, പാർട്ടിയുടെ വിജയം, അതാണ് ഓരോരുത്തരും കാംക്ഷിക്കുന്നതെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പൊ തന്നെ CPM നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം.